ഇതാണ് PLTയുടെ പ്ലാന്റ് പൊട്ടാഷ് എന്ന് പറയുന്ന ഉൽപ്പന്നം. ഓർഗാനിക് പൊട്ടാഷ് ആണ് ഇത് വരുന്നത്. അതായത് 14.5% പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് PLTയുടെ പ്ലാന്റ് പൊട്ടാഷ്. ഇത് പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസിസ് എന്നാണ് പറയാ. അതായത് എത്തനോളിൽ നിന്ന് എടുക്കുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് വരുന്നത്. നമുക്ക് ചാർട്ടിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും 14.5% പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഇതിന്റെ അപ്പിയറൻസ് ഒന്ന് നമുക്ക് കണ്ടുകളയാം. ഇവ നമുക്ക് രാസകൃഷിയിലും ജൈവ കൃഷിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൊട്ടാഷ് ആണ് ഇത് വരുന്നത്. സാധാരണയായിട്ട് ജൈവവളത്തിന്റെ കൂടെയാണെങ്കിലും രാസവളത്തിന്റെ കൂടെയാണെങ്കിലും ഏത് വളത്തിന്റെ കൂടെയും മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് PLTയുടെ പ്ലാന്റ് പൊട്ടാഷ് എന്ന് പറയുന്നത്. ഓർഗാനിക് പൊട്ടാഷ് ആയിട്ടുള്ള പ്ലാന്റ് പൊട്ടാഷ് MOP അഥവാ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷിന് പകരമായിട്ട് നമുക്ക് ചെടികൾക്ക് കൊടുക്കാം. രാസവളമായ MOP അപേക്ഷിച്ച് പ്ലാന്റ് പൊട്ടാഷ് മണ്ണിൽ കൂടുതൽ കാലം നിൽക്കുവാനും സാവധാനം മാത്രം മണ്ണിലേക്ക് പൊട്ടാഷ് നിക്ഷേപിച്ച് 10 മുതൽ 15 ദിവസം വരെ കൃത്യമായി പൊട്ടാഷ് ലഭ്യത മണ്ണിൽ ഉറപ്പുവരുത്താനും സഹായിക്കുന്നു. മറ്റു രാസവളങ്ങളെ അപേക്ഷിച്ച് വോളറ്റൈസേഷൻ, ലീച്ചിങ് ഔട്ട് എന്നീ പ്രശ്നങ്ങളൊന്നും പ്ലാന്റ് പൊട്ടാഷിന് ഇല്ല. നമുക്കിവ തെങ്ങ്, കവുങ്ങ്, ജാതി, ഏലം, ഇഞ്ചി, വാഴ, നെല്ല്, മറ്റു പച്ചക്കറി ചെടികൾ മുതലായ ഫ്രൂട്ട് പ്ലാന്റ്സുകൾക്കെല്ലാം നമുക്കിവ കൊടുക്കാവുന്നതാണ്. ഇവ പൂർണ്ണമായിട്ട് വെള്ളത്തിൽ അലിയുകയും മണ്ണിന്റെ ഗുണമേന്മ വർദ്ധിക്കാനും വിളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു.